പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാരവശാൽ ശനിയുടെ മാറ്റമാകുന്നു. വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മാറ്റമാകുന്നു ശനിയുടെ മാറ്റം. എന്തെന്നാൽ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ ശനി 2.5 വർഷം എടുക്കുന്നു. ഏറ്റവും വലിയ കാലമാണ് ശനീശ്വരൻ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കാൻ എടുക്കുന്നത് 2.5 വർഷം. മറ്റൊരു ഗ്രഹങ്ങളും അത്ര വർഷം എടുക്കുന്നില്ല. രാഹുകേതുക്കൾ 1.5 വർഷവും വ്യാഴം 1 വർഷവും മറ്റ് ഗ്രഹങ്ങളൊക്കെ 30 മുതൽ 45 ദിവസം വരെയാണ്. അതിനാലാണ് ശനിയുടെ ചാരവശാലുള്ള പ്രാധാന്യം ഇത്രയധികം പ്രാധാന്യത്തോടുകൂടി ജ്യോതിഷികൾ അവതരിപ്പിക്കുന്നത്. കാരണം ശനിയുടെ കാരകധർമ്മങ്ങൾ നിങ്ങൾക്കറിയാം. മരണം, രോഗങ്ങൾ, ക്ലേശങ്ങൾ, അപവാദങ്ങൾ, ദാരിദ്ര്യം, ദുഃഖം, അപമാനങ്ങൾ, ഇതൊക്കെ ശനി ഉണ്ടാക്കുന്ന ദോഷങ്ങളാകുന്നു. അതിനാൽ പലപ്പോഴും ജനങ്ങൾ ശനിയെ വളരെ ഭയാശങ്കകളോടെ കാണുന്നു. അതിനിടയിലാണ് കണ്ടകശനി, 7.5 ശനി, അഷ്ടമശനി മുതലായ എല്ലാ പ്രയാസങ്ങളും ശനി ഉണ്ടാക്കുന്നത്. അതിനാൽ ശനിയുടെ മാറ്റം ജ്യോതിഷത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നു. ഇവിടെ ശനി മാറുന്നത് 1200 മീനമാസം 15-ാം തീയതി, അതായത് 2025 മാർച്ച് മാസം 29-ാം തീയതി രാത്രി 9 മണിയോടുകൂടെയാണ് ശനിയുടെ മാറ്റം. ഈ മാറ്റം മേടരാശി മുതൽ 12 രാശിക്കാർക്കും മീനൻ രാശി വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരമാണെന്നാണ് നാം ചിന്തിക്കേണ്ടത്. ശനി ഏതെല്ലാം രാശിക്കാർക്ക് ശുഭത്വത്തോടുകൂടി വർത്തിക്കുന്നു അഥവാ അശുഭങ്ങൾ ഉണ്ടാക്കുന്നു, ഈ ഒരു ചിന്തയാണ് നാം ഈ ശനിയുടെ ചാരവശാലുള്ള മാറ്റത്തിലൂടെ പ്രതിപാദിക്കുന്നത്. അതിനാൽ മേടം മുതൽ 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് എപ്രകാരമാണ്, ആർക്കൊക്കെയാണ് കണ്ടകശനി, 7.5 ശനി, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാം. പ്രിയമുള്ള പ്രേക്ഷകർക്ക് വീണ്ടും ഡോക്ടർ മാരാജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് മകരൻ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ്. ചാരവശാൽ ശനി മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു മാർച്ച് 29. അത് മകരൻ രാശിക്കാർക്ക് എപ്രകാരം ഗുണകരമാവുമെന്നൊരു വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. മകരൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മകരൻ രാശിക്കാർക്ക് ശനി ഒരു വലിയ ആശ്വാസത്തെ പ്രദാനം ചെയ്യും. കാരണം മകരൻ രാശിക്കാർക്ക് ഇതാ ശനി അതിശക്തമായി 3-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. അവരുടെ 7.5 ശനിക്കാലം കഴിയുകയാണ്. അതിനാൽ ആ 7.5 ശനി ബുദ്ധിമുട്ടിച്ച മകരൻ രാശിക്കാർക്ക് ഒരു പ്രത്യാശയുടെ പൊൻകിരണമായി ശനി 3-ാം ഭാവത്തിലേക്ക് വരികയാണ്. 3-ാം ഭാവം പാപഗ്രഹങ്ങൾക്ക് ഏറ്റവും നല്ല ഭാവമാകുന്നു. അത് ഉപജയഭാവമാകുന്നു, വർധനവിനെ സൂചിപ്പിക്കുന്നു. 3-ാം ഭാവത്തിൽ ശുഭഗ്രഹം അത്ര നല്ല ഫലം പറഞ്ഞിട്ടില്ല. വ്യാഴവും ശുക്രനും വളരെ മോശപ്പെട്ട ഫലമാണ്, കൃപണഹ എന്ന ഫലമാണ്, ഗുണമല്ലാത്ത ഫലമാണ്. പക്ഷെ 3-ൽ ബുധൻ വരുമ്പോൾ പ്രബലഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്, അവൻ ശക്തനാകുന്നു. 3-ൽ ചന്ദ്രൻ വരുമ്പോൾ ഹിംസ്രോ ഭ്രാതകതേ സ ശൗര്യ, ശൗര്യത്തോടു കൂടിയിരിക്കും, ഹിംസ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കും, ദുഷ്ട സ്വഭാവങ്ങളൊക്കെ പ്രകടിപ്പിക്കും എന്ന് ഫലം പറഞ്ഞിട്ടുണ്ടെങ്കിലും ശക്തിയെ സൂചിപ്പിക്കുന്നു. ആ ചന്ദ്രൻ വെളുത്ത പക്ഷത്തിലാണെങ്കിൽ ജാതകത്തിന് വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. കറുത്ത പക്ഷത്തിൽ ദുർബലമാണെങ്കിൽ പലപ്പോഴും തനിക്ക് പാപരതി ഒക്കെ വരും. അതാണ് ഹിംസ്രഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. ശൗര്യം കൂടും 3-ൽ ചന്ദ്രൻ വരുമ്പോൾ. അതിനാൽ ഇവിടെ ഉപജയരാശിയിൽ പാപഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ വളരെ ഗുണമാണ്. മതി വിക്രമവാൻ തൃതീയകെ അർക്കേ, മതി വിക്രമവാൻ, ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കും 3-ൽ സൂര്യൻ വന്നാൽ. അതേ ഫലം തന്നെയാണ് ശനി വന്നാലും ചൊവ്വ വന്നാലും ഉണ്ടാവുക. അതേ ഫലം തന്നെ രാഹുവിനും കേതുവിനും ആചാര്യന്മാർ വിധിച്ചിട്ടുണ്ട്. അതിനാൽ ശനി വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. അത് ശാരീരികമായി ശ്രദ്ധിക്കുക, വാതരോഗ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. കാരണം ശനി സഹസ്രാര ചക്രത്തെ പ്രതിനിധാനം ചെയ്യുന്നു, ശിരസ്സാണ്. അവിടുന്ന് വരുന്ന നാഡീചരമ്പുകൾ കൈകളിലൂടെ പാദങ്ങളിലൂടെ വന്ന് വാതരോഗ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഈ സമയത്തേക്ക് വരാം. ആത്മീയമായ ഉണർവുണ്ടാകും. വിവാഹ ജീവിതത്തിനെ പറ്റി ചിന്തിക്കുന്നതിന് പകരം സന്യാസ ജീവിതം, ആത്മീയമായ സുഖങ്ങൾ, തപസ്സനുഷ്ഠിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, ഈ രീതിയിൽ മനസ്സ് പൂർണ്ണമായും ആത്മീയമായ മേഖലയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു വലിയ സമയമാണ്. അത് വളരെ നല്ലതാണ്. വളരെയധികം മനസ്സിന് സ്വസ്ഥത ലഭിക്കും,
മകരൻ രാശിക്കാർ. അപ്പുറത്ത് വ്യാഴം 6-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനാൽ ഈ ശനിയുടെ 2.5 വർഷത്തെ നല്ല സമയത്തും വ്യാഴം 6-ാം ഭാവത്തിലാണ്. ആ വ്യാഴം 7-ാം ഭാവത്തിലേക്ക് വരിക 2026 മെയ്യിലാണ്. അതുവരെ കാത്തിരുന്നാൽ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകും, നല്ല യാത്രയുണ്ടാകാം. ഒരു വർഷം നന്നായി പ്രാർത്ഥിച്ച് തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിച്ച് കഠിനാധ്വാനം ചെയ്യുക. അത് കഴിഞ്ഞാൽ അതിൻ്റേതായ വിത്തിട്ടാൽ പൊടിക്കണ്ടേ, അത് മുളച്ച് പാകം വന്ന് നമുക്ക് കൊയ്യുന്ന സമയം എപ്പോഴാണ്? 2026 മെയ് മുതലാണ്. ആ സമയം മുതൽ ഒരു വർഷം മാത്രം മതി മകരൻ രാശിക്കാർക്ക്. നമുക്ക് നല്ലത് സംഭവിക്കാനോ നല്ലത് ഉണ്ടാകുവാനോ എന്തിനാണ് ധാരാളം സമയം? ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കും. ഒരു വർഷം കഠിനാധ്വാനം ചെയ്താൽ പിന്നെ വരുന്ന ഒരു വർഷം കൊണ്ട് ഏറ്റവും നല്ല അനുഭവങ്ങൾ മകരൻ രാശിക്കാർക്കുണ്ടാകും. കാരണം 7-ൽ വ്യാഴം വരികയാണ്. തൻ്റെ യാത്ര, സഞ്ചാരം, താൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ പെർഫെക്ഷൻ, പൂർണ്ണത ഇത് വരുന്ന സമയമാകുന്നു. തൃതീയേ ശനോ ശീതളം നൈവചിത്തം ജനാദുദ്യമാ ജായതേ യുക്തഭാഷി. 3-ൽ ശനി വന്നാൽ വളരെ യുക്തിപൂർവ്വം കാര്യങ്ങൾ സംസാരിക്കുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. അത് ശരിക്കും മാത്രം ആചാര്യൻ കൊടുത്തൊരു ഫലമാണ്. ചമത്കാര ചിന്താമണിയിൽ തൻ്റെ മനസ്സൊരിക്കലും ശീതളമായിരിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജനകീയ പ്രശ്നങ്ങളാലും സഹോദരങ്ങളുടെ പ്രശ്നങ്ങളാലും പുതിയ പുതിയ സംരംഭങ്ങളിലുള്ള ജാഗ്രത നിമിത്തം അതിനുവേണ്ടി ഓടി നടക്കുന്നത് മൂലം മനസ്സിന് തണുപ്പുണ്ടാകില്ല. എപ്പോഴും എന്തായിരിക്കും? മനസ്സ് ഭയങ്കരം ചൂടായിരിക്കും, ശരീരവും മനസ്സും. അതിനാൽ അങ്ങേറ്റം കർമ്മനിരതനായിരിക്കുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മനസ്സ് തണുത്തിരിക്കണമെങ്കിൽ താൻ ഒന്നും ചെയ്യാതെ ഇരിക്കണം. ഇതങ്ങനെയല്ല. ദ പേഴ്സൺ ഈസ് വെരി ആക്റ്റീവ്. അതിൻ്റെ ആ ഊർജ്ജസ്വലത കാണുമ്പോൾ ശരീരവും മനസ്സും വേർക്കും. മനസ്സിനുണ്ടാകുന്ന ആ ഊർജ്ജസ്വലത ശരീരത്തിലേക്കും വരും. അതിനാൽ കർമ്മനിരതനാകുമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. യുക്തമായി സംസാരിക്കും, നല്ല കാര്യങ്ങളൊക്കെ സംസാരിക്കും. അങ്ങനെ നല്ല ഗുണങ്ങൾ 3-ൽ ശനി നിൽക്കുമ്പോൾ ഇവിടെ ഉണ്ട്. അവിഘ്നം ഭവേൽ കർഹിജിത് നൈവ ഭാഗ്യം. പലപ്പോഴും ഭാഗ്യത്തിന് വേണ്ടി അങ്ങേറ്റം കഷ്ടപ്പെടേണ്ടി വരും. അതാണ് ഊർജ്ജസ്വലതയാണ് ശനിക്കാർ, മകരൻ രാശിക്കാർ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ പുലർത്തേണ്ടത്. എത്ര വിഘ്നങ്ങൾ വന്നാലും അതിനെ തരണം ചെയ്യുവാനുള്ള മാനസികമായ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? മുന്നോട്ട് നീങ്ങണം. ദൃഢാശോ സുഖി ദുർമുഖ സൽകൃതോപി. ഒരാൾ എത്ര സൽക്കരിച്ചാലും തൻ്റെ മുഖത്തിന് പ്രസാദമുണ്ടാകില്ല. അതിനാൽ പലരും തനിക്ക് എത്ര സഹായങ്ങൾ ചെയ്താലും തനിക്കൊരു സന്തോഷമുണ്ടാകില്ല എന്നൊരു ദോഷമുണ്ട് ഇവിടെ. അതിനാൽ ശ്രദ്ധിക്കണം. ദൃഢാശഃ അസുഖി. എത്ര ദൃഢമായ ആശയുണ്ടെങ്കിലും തനിക്ക് സുഖം ലഭിക്കുകയില്ല. അതിനാൽ ആശയുടെ പിറകെ പോയാലും താൻ അസ്വസ്ഥനാകും, തനിക്ക് സുഖം ലഭിക്കുകയില്ല. അതിനാൽ കാര്യങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലെത്തും വരെ സുഖം ത്യജിച്ചിട്ട് പിന്നെന്ത് ചെയ്യുക? ആശ കൈവശം വരുമ്പോൾ, ആശ തനിക്ക് കരഗതമാകുമ്പോൾ സുഖിക്കണം. ഇല്ലെങ്കിൽ മനസ്സ് അസ്വസ്ഥമാകും. സൽക്കരിച്ച സുഹൃത്തുക്കൾ, സഹോദരങ്ങളോടും തനിക്ക് എന്തുണ്ടാകില്ല? ഒരു നല്ല മുഖത്തോടു കൂടി അവരെ കാണില്ല, ദുർമുഖമാണ്. അതിനാൽ പലപ്പോഴും ഒരിക്കലും ഒരു അത്യാഗ്രഹമുണ്ടാകും. ഒരു വ്യക്തി നമ്മളെ സഹായിച്ചു, അല്ലെങ്കിൽ സഹോദരങ്ങൾ തനിക്ക് ധാരാളം സഹായങ്ങൾ തന്നു, എങ്കിലും താൻ തൃപ്തനാകില്ല. അത് പോരാ എന്നാണ് മനസ്സിൽ ചിന്തിക്കുക. എന്ത് ചെയ്തു എന്ന് ചിന്തിക്കില്ല. അതിനാൽ ആ ഒരു അവിവേകം തനിക്കുണ്ടാകാൻ നോക്കുക. നല്ല ശനിയാണ്, ധാരാളം നന്മകൾ പ്രദാനം ചെയ്യും. വിട്ടുവീഴ്ച ചെയ്യണം. മറ്റുള്ള സഹായങ്ങൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് അവരോട് അവജ്ഞ തോന്നും. അങ്ങനെ അവർ നമ്മെ എന്ത് ചെയ്യും? ഉപേക്ഷിക്കുന്ന അവസ്ഥയുണ്ടാകും. ഏതായാലും മകരൻ രാശിക്കാർക്ക് ഈ ഒരു വർഷത്തിൻ്റെ തുടക്കം കുറച്ച് ശ്രദ്ധിക്കുക. അടുത്ത വർഷം മെയ് മാസമാകുമ്പോഴേക്കും 7-ൽ വ്യാഴം വരുമ്പോൾ നിങ്ങൾ വിചാരിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. അതിൻ്റെ തുടക്കമാണ് ഈ 3-ലെ ശനി. ചെറിയ ചെറിയ പോരായ്മകൾ മറ്റുള്ളവരുടേത് അത് വളരെ കൂളായിട്ട് എടുക്കുക. തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കണം. ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിൽ പോകണം, വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോകണം. ഹനുമാൻ സ്വാമിയുള്ള ഈ അമ്പലങ്ങളിൽ നിങ്ങൾക്ക് തപസ്സിരിക്കാം. വളരെയധികം മാനസികമായ ഊർജ്ജം വരും. ഓം ശം ശനീശ്വരായ നമഃ. ഹനുമാൻ ചാലീസ ഏറ്റവും നല്ല മന്ത്രമാകുന്നു. എല്ലാ പ്രിയപ്പെട്ട മകൻ രാശിക്കാർക്കും നല്ലൊരു ശോഭനമായ ശനി 2.5 വർഷത്തെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.